ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് നല്ല സോഫ്റ്റായ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി നോക്കാം. ഞാൻ ഇവിടെ ഗോതമ്പാവ് വെച്ചാണ് ഉണ്ടാക്കുന്നത്. ആശീർവാദിൻ്റെ മാവാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്കിനി ഒരു 500 ഗ്രാം ശർക്കരയൊന്ന് പാനി വെച്ച് എടുക്കാം. അടുത്തതായിട്ട് നമുക്ക് മാവെടുക്കാം. 200 ml കപ്പിന് 2 കപ്പ് മാവാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്കിനി അടുത്തതായിട്ട് റവയാണ് വേണ്ടിയത്. ഞാൻ ഇവിടെ 2 സ്പൂൺ റവ ഒന്ന് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കതൊരു പാനിലോട്ടിട്ടിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ റവയൊക്കെ നമുക്ക് വെള്ളം ഒഴിച്ചൊന്ന് കുറുക്കിയെടുക്കാം. നല്ലപോലെ കുറുക്കിയെടുക്കണം. നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. നമുക്കിത് തണുക്കാൻ മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് ഏലക്കായും കുറച്ച് ചുക്കുമാണ്. ഞാൻ ഒന്നിച്ച് പൊടിച്ചെടുക്കണം. ആവശ്യത്തിന് നമുക്ക് എടുത്താൽ മതി. ഞാൻ ശർക്കര പാനി കാച്ചി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ റവയൊന്ന് നല്ലപോലെ ശർക്കര ഒഴിച്ച് തരിയെല്ലാം ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിന് ശേഷം നമുക്ക് ഗോതമ്പ് മാവിലോട്ട് ഒഴിച്ചു കൊടുക്കാം. 1 സ്പൂണ് മൈദാമാവ് കൂടെ ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. കുറച്ച് ശർക്കര പാനിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 2 ചെറിയ പഴം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കും. നമുക്ക് ആവശ്യത്തിന് ശർക്കര പാനി ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം. ശേഷം നമുക്ക് 1 ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചുക്കും ഏലക്കായും പൊടിച്ചതും കൂടെ 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണ് ജീരകം കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിനി കുറച്ച് ശർക്കര പാനി കൂടി ഒഴിച്ച് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം. അപ്പം നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മുറി തേങ്ങ എടുത്ത് അരിഞ്ഞ് അതും കൂടെ ഒന്ന് വറുത്ത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ തേങ്ങ വറുത്ത നെയ്യും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് ഒരു 3 മണിക്കൂർ മാറ്റി വയ്ക്കാം. ഇപ്പം 3 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. ഞാൻ ഇവിടെ വെളിച്ചെണ്ണയിലാണ് ഉണ്ണിയപ്പം ചുടുന്നത്. ഗ്ലാസ്സിലാണ് മാവ് എടുത്തേക്കുന്നത്. കുറച്ച് ഒഴിച്ച് കൊടുക്കാം. മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ എല്ലാം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അടിപൊളി ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റായ ഉണ്ണിയപ്പമാണ്. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ. ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓൾ എന്ന ബട്ടൺ കൂടി അമർത്തി കൊടുക്കണേ.